ഏഷ്യാകപ്പിന്റെ സൂപ്പർ ഫോറിൽ ഇന്ത്യയെ അട്ടിമറിച്ച് ഫൈനലിൽ കടക്കാനുള്ള ബംഗ്ലാദേശ് കടുവകളുടെ മോഹത്തെ തല്ലിത്തകർത്തു ഇന്ത്യൻ ഓപ്പണറായ അഭിഷേക് ശർമ്മ. ഇന്നലെ ഏഷ്യാകപ്പിന്റെ സൂപ്പർ ഫോറിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് മത്സരത്തിൽ 41 റൺസിനാണ് ഇന്ത്യ വിജയിച്ചത്. ഈയൊരു വിജയത്തോടെ ഇന്ത്യ ഏഷ്യാകപ്പ് ടൂർണമെന്റിന്റെ ഫൈനലിൽ കടന്നിരിക്കുകയാണ്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട് ബാറ്റിംഗിന്റെ മികവിൽ 168 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശിനെ 3 പന്തുകൾ ബാക്കി വെച്ച് 127 റൺസിൽ പുറത്താക്കി ഇന്ത്യൻ ടീം. ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിൽ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനവുമായി വീണ്ടും ഇന്ത്യൻ ഓപ്പണറായ അഭിഷേക് ശർമ്മ. 37 പന്തുകളിൽ നിന്നും 5 സിക്സും 6 ഫോറും അടക്കം 75 റൺസാണ് താരം അടിച്ചുകൂട്ടിയത്. മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ ടോപ്പ് സ്കോററായി മാറിയതും അഭിഷേക് ശർമ്മയാണ്. കൂടാതെ കളിയിലെ താരമായി മാറിയതും അഭിഷേകായിരുന്നു. ഇന്ത്യൻ ഓപ്പണറായ ശുഭ്മാൻ ഗിൽ 29 റൺസും ഹാർദിക് പാണ്ഡ്യ 38 റൺസും അക്സർ പട്ടേൽ 10 റൺസും നേടി രണ്ടക്കം കടന്നപ്പോൾ ശിവൻ ദുബെ 2 റൺസും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും തിലക് വർമ്മയും 5 റൺസ് വീതവുമാണ് നേടിയത്. 3 വിക്കറ്റ് നേടിയ കുൽദീപ് യാദവും 2 വിക്കറ്റുകൾ വീതം നേടിയ വരുൺ ചക്രവർത്തിയും ജസ്പ്രീത് ബുംറയുമാണ് ബംഗ്ലാദേശ് ബാറ്റിംഗ് നിരയെ തകർത്തത്. ഇന്ന് ഏഷ്യാകപ്പിൽ നടക്കുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ നടക്കുന്ന മത്സരത്തിൽ വിജയിക്കുന്ന ടീമായിരിക്കും ഫൈനലിൽ ഇന്ത്യൻ ടീമിന്റെ എതിരാളികൾ. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.